സ്തോത്രം. ആമേൻ. നാം ദൈവമക്കൾ എന്നതിന്റെ തെളിവാണ് പരസ്പരം സ്നേഹിക്കുക എന്ന് പറയുന്നത്. മനസ്സിലാക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവ സ്നേഹം നമ്മുടെ ഉള്ളിൽ വരണം. ദൈവസ്നേഹം ഇല്ല എങ്കിൽ മനുഷ്യൻ തകർന്നു പോകും, ആത്മീയ ജീവിതം തകരും. എല്ലാ മേഖലകൾക്കും അതിൻ്റെതായ പരാജയങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമെന്നൊക്കെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം എന്താ പഠിപ്പിക്കുന്നത്? കാണി, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. 1 യോഹന്നാൻ 3:1 നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നാം മറ്റുള്ളവരെ സ്നേഹിക്കണം. ദൈവമക്കളെ തമ്മിൽ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം. മനസ്സിലാകുന്നുണ്ടോ? കൂട്ടുവിശ്വാസിയെ കാണുമ്പോൾ മുഖം ചീർത്തു വെക്കരുത്. കൂട്ടുവിശ്വാസികളെ കാണുമ്പോൾ മുഖം കനപ്പിച്ചു പിടിക്കരുത്, ചുണ്ട് കോണിക്കരുത്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? പരസ്പരം സ്നേഹിക്കുക. ഈ കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നിനക്ക് കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? പറ്റില്ല. അങ്ങനെ നിനക്ക് സ്നേഹമുണ്ടെന്ന് പറയുന്നു എങ്കിൽ സ്നേഹമാണ്. യഥാർത്ഥ ദൈവ സ്നേഹം എന്താ? പരസ്പരം അവരെ സ്നേഹിക്കുക, പരസ്പരം കാണുമ്പോൾ ബഹുമാനിക്കുക, അവരെ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുക, തമ്മിൽ വേദനകളെ ഷെയർ ചെയ്യുക, ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുക, ഒരുവനോടൊരുവൻ അവരെ സ്തോത്രം കടപ്പാടുകളുണ്ട്. അതനുസരിച്ച് മുൻപോട്ട് പോകാനുള്ള നല്ല മനസ്സ് നിന്റെ ആത്മീയ ജീവിതത്തിനകത്തില്ല എങ്കിൽ അവൻ നീ ദൈവത്തിന്റെ മക്കൾ അല്ല. സ്തോത്രം. ദൈവത്തിന്റെ മക്കൾ ആരാ? ദൈവത്തിന്റെ മക്കൾ. ഒന്ന് ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിന്റെ മക്കൾ. ആരാ ദൈവത്തിന്റെ മക്കൾ? അവൻ ശത്രുക്കളെ സ്നേഹിക്കുന്നവർ ദൈവത്തിന്റെ മക്കൾ. ആരാ ദൈവത്തിന്റെ മക്കൾ? കൂട്ടുവിശ്വാസിയെ തമ്മിൽ സ്നേഹിക്കുന്നവർ ദൈവത്തിന്റെ മക്കൾ. അതാണ് അവൻ യോഹന്നാനിൽ നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-44 വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താണ്? ഒരാൾക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-44 വാക്യം. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. സ്വന്തം. ദൈവത്തിന്റെ മക്കളുമുണ്ട്, പിശാചിന്റെ മക്കളുമുണ്ട്. സ്വന്തം. ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ? ദൈവ മക്കളോടാണ് ഈ സന്ദേശം. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവരോടാണ് ഈ സന്ദേശം. സ്തോത്രം. ഇതിനകത്തിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, രണ്ട് പിതാക്കന്മാർ നിൽക്കുകയാണ്. ഒന്ന് കർത്താവ്, മറ്റൊന്ന് പിശാച്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ മക്കൾ ദൈവത്തെ സ്നേഹിക്കും, ശത്രുക്കളെ സ്നേഹിക്കും, ദൈവമക്കളെ സ്നേഹിക്കും. പിശാചിന്റെ മക്കൾക്ക് ഇതൊന്നുമില്ല. ദൈവസ്നേഹമില്ല, ദൈവമക്കളോട് സ്നേഹമില്ല. അവൻ കണ്ടാൽ അവൻ ശത്രുവാണ്. കടിച്ചു തീർന്ന ചെന്നായ പലർക്കും ക്ഷമിക്കുവാനുള്ള മനസ്സില്ല, സഹിക്കാനുള്ള മനസ്സില്ല. അവൻ ദൈവസ്നേഹം അവനെ വെളിപ്പെടുത്തുവാൻ കഴിയാതിരിക്കുന്നു. അവർ ആരുടെ മക്കളാണ്? പിശാച് എന്ന പിതാവിന്റെ മക്കൾ. അവരുടെ പ്രത്യേകത എന്താണ്? അവൻ അവരുടെ പിശാചിന്റെ മോഹം ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. സ്വന്തം. ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ? സ്വന്തം പറഞ്ഞേ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതോ ശബ്ദത്തിന്റെ ഇത് മാത്രമേ ഉള്ളൂ? ഞാൻ പറയുന്നത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ കുറച്ചുകൂടെ ലളിതമാക്കാൻ വേണ്ടിയാണ്. ഓക്കെ. അപ്പൊ പിശാചിന്റെ മക്കൾ നിങ്ങൾ ആരാണ്? പിശാച് എന്ന പിതാവിന്റെ മക്കൾ. നിങ്ങളുടെ പിതാവിന്റെ ആ പദം ശ്രദ്ധിക്കണം. നിങ്ങളുടെ പിതാവിന്റെ ആരാണ്? നിങ്ങൾ കാണുന്ന ദൈവമക്കൾ. അപ്പോൾ ദൈവമക്കൾ അല്ലാത്ത നിങ്ങളുടെ പിതാവ് അതാരാണ്? സാത്താൻ. സ്തോത്രം. ഇന്ന് പകൽ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച്, നിങ്ങളുടെ പിതാവ് ആരാ? നിങ്ങളുടെ പിതാവ്? സ്തോത്രം. നിങ്ങളുടെ പിതാവ് ആരാ? ദൈവമാണോ പിശാചാണോ നിങ്ങളുടെ പിതാവ്? സ്തോത്രം. പിശാചിന്റെ മോഹം പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധത്വമെന്ന് അനുസരണമുള്ള മക്കളാ. എല്ലാ മതത്തിലും വിശുദ്ധരാകുകയും. 1 പത്രോസ് 1:14-15 വാക്യങ്ങൾ. എന്താ? അജ്ഞാനകാലത്തെ മോഹം. അജ്ഞാനകാലം നമ്മുടെ
അറിവില്ലായിരുന്ന കാലം, രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള കാലം, പാപത്തിൽ ജീവിച്ച കാലം, അവൻ രക്ഷിക്കപ്പെടാതിരുന്ന കാലം, ദൈവത്തെ അറിയാത്ത അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹം. ആരുടെ മോഹം? നിങ്ങളുടെ പിതാവെന്ന പിശാചിന്റെ മോഹം അജ്ഞാനകാലത്തുണ്ടായിരുന്നു. ആദ്യം അനുസരിച്ചല്ല, വിളിച്ച വിശുദ്ധരൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി. അനുസരണമുള്ള മക്കളായി ആരാ വിളിച്ച വിശുദ്ധരൊത്തവണ്ണം? ആർക്കൊത്തവണ്ണം? വിളിച്ച വിശുദ്ധൻ. ആരാ വിളിച്ചത്? ദൈവം. ആരാ വിശുദ്ധൻ? ദൈവം. ആ വിശുദ്ധനായ ദൈവത്തിന്റെ വിളിക്കൊത്തവണ്ണം നിങ്ങൾ നടക്കണം. അതിന്റെ അർത്ഥം നിങ്ങളുടെ, അതായത് പിശാചെന്ന പിതാവിന്റെ മോഹങ്ങൾ നടപ്പാക്കാതെ ദൈവ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കണം എന്നുള്ളതാണ് ആ വാക്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആമേൻ, സ്തോത്രം. അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെ കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. യൂദ 1:16 അവിടെ വായിക്കുന്നത് അവർ സ്വന്തം മോഹം. എന്തായാലും സ്വന്തം മോഹം എവിടെന്നാ സ്വന്തം മോഹം വന്നത്? ദൈവ ഇഷ്ടം ചെയ്യാത്തവന്റെ ഉള്ളിൽ, പിശാചെന്ന പിതാവിന്റെ മക്കളായിരിക്കുമ്പോൾ അവൻ നിന്റെ ഉള്ളിൽ വെളിപ്പെട്ടു വരുന്ന മോഹം, നിന്റെ മോഹം, നിന്റെ ജഡമോഹത്തിനൊത്തവണ്ണം അനുസരിച്ച് നടക്കുന്നു. അവരുടെ ലക്ഷണങ്ങൾ, അവരുടെ വായി പമ്പ് പറയുന്നു, കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. 18 വാക്യം, അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അപ്പോൾ അവൻ അന്ത്യകാലത്താണ് പിശാചിന്റെ മോഹം അനുസരിച്ച് നടക്കുന്നവർ അധികമായി പെരുകി വരുന്നത്. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ദൈവസ്നേഹം അവൻ വിളമ്പുവാൻ കഴിയുന്നില്ല, വെളിപ്പെടുത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ അവൻ നീ പിതാവായിരിക്കുന്നത് ദൈവമല്ല, നിന്റെ പിതാവായിരിക്കുന്നത് സാത്താനാണ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ആമേൻ. എന്താ വചനം പഠിപ്പിക്കുന്നത്? ആമേൻ, യാക്കോബ് 1:14-15 ഓരോരുത്തർ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. അടുത്ത പദം, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഉഴുത്തിട്ട് മരണത്തെ പെറുന്നു. നിങ്ങളുടെ ബൈബിളിൽ ആ വാക്യമുണ്ട്, യാക്കോബ് 1:15. സ്തോത്രം. എന്താണ് വായിക്കുന്നത്? മോഹം ഗർഭം ധരിച്ച പാപത്തെ പ്രസവിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പിതാവ് പിശാചാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ മോഹങ്ങൾ കടന്നു വരും. ഈ മോഹം ഗർഭം ധരിക്കും. ഗർഭം ധരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? പാപത്തെ പ്രസവിക്കുന്നു. അപ്പോ അവൻ മോഹം ഗർഭം ധരിക്കും, പാപത്തെ പ്രസവിക്കുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ ഇടയ്ക്ക് പറഞ്ഞതാണെങ്കിൽ ഒന്നുകൂടെ ഞാൻ അങ്ങനെ കുറച്ചുകൂടി വിശദീകരിച്ച് പറയാം. സ്തോത്രം. ലോകത്തിന്റെ നാശത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ വരുന്ന ആടിന്റെ പേരാണ് മോഹം. എന്താണ് മോഹം? ലോകത്തിന്റെ നാശത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ വരുന്ന ആടിന്റെ പേരാണ് മോഹം. ഈ മോഹത്തിന് കുഴപ്പമുണ്ട്. ഈ മോഹം കൊണ്ടുപോകുന്ന ആളെ ഈ മോഹം കല്യാണം കഴിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ലോകത്തിന്റെ നാശത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ വരുന്ന ആളിന്റെ പേരാണ് മോഹം. മോഹം കൊണ്ടുപോകുന്ന ആളെ എന്ത് ചെയ്യും? അവൻ ഈ മോഹം കല്യാണം കഴിക്കും. കല്യാണം കഴിച്ചാൽ എന്തുണ്ടാകും? അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകും. അതാണ് മോഹം ഗർഭം ധരിച്ച് എന്ത് ചെയ്യും? പാപത്തെ പ്രസവിക്കുന്നു എന്ന് പറഞ്ഞാൽ മോഹം നിങ്ങളെ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് ജനിക്കുന്ന ആദ്യത്തെ കൊച്ചന്റെ പേരാണ് പാപം. പറഞ്ഞില്ല? അപ്പൊ ലോകത്തിന്റെ നാശത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ വരുന്ന ആളിന്റെ പേര് മോഹമാണ്. ഈ മോഹം അവൻ നമ്മെ കൊണ്ടുപോയി കല്യാണം കഴിക്കും. കല്യാണം കഴിച്ചിട്ട് അവൻ ഈ മോഹത്തിന് നമുക്കും കൂടെ ഉണ്ടാകുന്ന കുഞ്ഞിന്റെ പേര് പാപമെന്നാണ്. സ്തോത്രം. അതുകൊണ്ട് അവൻ മോഹം നിന്റെ, ഇനി ശ്രദ്ധിച്ചു കേൾക്കണം, മോഹം നിന്നെ കല്യാണം കഴിക്കാൻ വരുമ്പോൾ ആ മോഹത്തോടെ തിരിഞ്ഞു നിന്ന് നിനക്ക് പറയാൻ കഴിയണം, പറ്റില്ല, അവന്റെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയാ, അവന്റെ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവളാണ്. എത്രയൊക്കെ പറയാൻ കേൾക്കണം, തന്റെ ഇടമുണ്ട്. അവൻ കരമയത്തി സ്തോത്രം പറ. അവൻ ഞാൻ പാപത്തെ പ്രസവിക്കുവാൻ മോഹത്തോട് ഒരു ബന്ധമില്ല. അവന്റെ ക്രിസ്തു എന്ന ഏക പുരുഷന് അവന്റെ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവമൈതലാണ്. അവൻ ദൈവത്തിന് മഹത്വം വരേക്കാം.
ആമേ സ്തോത്രം. ഇസ്രായേൽ രാജാവാകുന്ന ശലോമോൻ രാജാവിന്റെ കൊട്ടാരത്തിനകത്ത് ആമേ സ്തോത്രം അവന്റെ പള്ളിയറയ്ക്കകത്തു നിന്ന് ഒരു കരച്ചിലിന്റെ ശബ്ദമൊരിക്കൽ പുറത്തു വന്നു. ആമേ എന്താ ആരാ കരയുന്നത്? ആമേ ശൂലേമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ. എന്തിനാ ശൂലേമിയെ? ഈ മഹാരാജാവാകുന്ന ശലോമോൻ രാജാവിന്റെ ആമേ പള്ളിയറയ്ക്കകത്തു കിടന്ന് നീ എന്തിനാ കരയുന്നത്? ആമേ ആരോ ചെന്ന് ചോദിച്ചു എന്തിനാ പക്ഷെ കരയുന്നത്? അവൻ പറഞ്ഞു രാജാവിന്റെ പള്ളിയറയിലേക്ക് കൊണ്ടുവന്നു. അത് നല്ലതല്ലേ? ലോകത്തിൽ അനേകർ കാത്തിരുന്നിട്ട് ആർക്ക് ലഭിക്കാത്ത മനഃഭാഗ്യമല്ല നിനക്ക് കിട്ടിയത്. രാജാവിന്റെ രാജ്ഞിയായി തീരുമാനം അവസരം ഈ ശൂലേംകാരിക്ക് കിട്ടി. എന്നിട്ടും അവൾ കരയുകയാ, എന്നിട്ടും അവൾ വിതുമ്പുകയാ. അവൻ കരഞ്ഞു കരഞ്ഞ് അവൾ നിലവിളിക്കുമ്പോ അവൻ ചോദിച്ചു എന്താ ഈ പ്രിയന്റെ അവൻ എന്താ കുഴപ്പം? അവനെ കല്യാണം കഴിക്കുമല്ലോ. അവൾ മറുപടി പറഞ്ഞു അവൻ വേണ്ട, എന്നെ നിന്റെ പിന്നാലെ വലിക്കുക, ഓടിപ്പോക. രാജാവിന്റെ പള്ളിയറയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. രാജാവിൻ്റെതായ രാജകീയമായ ശ്രദ്ധതകളും കൊട്ടാരത്തിന്റെ മഹിമകളും ചുറ്റുപാടുകളും കണ്ട് ഈ ശൂലേമി അവൾ മയങ്ങിപ്പോയില്ല. അവൾ വിളിച്ചു പറഞ്ഞു സ്തോത്രം, എന്നെ നിന്റെ പിന്നാലെ വഹിക്കുക. അവൻ ചോദിച്ചു ഈ പ്രിയനെന്നാ കുഴപ്പം? അവൾ പറഞ്ഞു ഈ പ്രിയനേക്കാ എനിക്കൊരു പ്രിയനുണ്ട്, ഒരു ഇടയച്ചനിക്കുന്ന ഒരു പ്രിയനെക്കൊണ്ട്. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ. ശലോമോനടങ്ങുന്ന 10,000 അതിശ്രേഷ്ഠനായൊരു മണവാള ചെറുക്കനെക്കൊണ്ട് ഇന്ന് പകൽക്കകത്ത് പറയാൻ കഴിയും. പാപം എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടി വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട നല്ല ഇടയനാകും ഒരു ഇടയൻ ചെറുക്കനുണ്ട്. ഈ മോഹത്തിന്റെ പിന്നാലെ പോകില്ല, ഈ പാപത്തിന്റെ പിന്നാലെ പോകില്ല. അവന്റെ ക്രിസ്തു എന്ന ഏക മണവാളന്റെ മണവാട്ടിയാണെന്ന് പറയാൻ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് തന്റെ ഇടമുണ്ട്? അവൻ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. മോഹത്തിന്റെ കൂടെ ഇറങ്ങിപ്പോകരുത് കേട്ടോ. മോഹത്തിന്റെ കൂടെ ഇറങ്ങിപ്പോകരുത്. മോഹത്തിന്റെ അപ്പൻ സാത്താന് അവന്റെ വീട്ടിൽ നീ പോകരുത്. മോഹത്തിന്റെ കൂടെ ഇറങ്ങിപ്പോകരുത്. നീ ഭക്തനാണോ? നീ ദൈവകൃപയുള്ളവനാണോ? നീ പ്രാർത്ഥിക്കുന്നവനാണോ? നീ ആരാധിക്കുന്നവനാണോ? ഈ മോഹം കൂടെ കൂടെ വരും. നിന്നെ പെണ്ണി ചോദിക്കാം, കൂടെ കൂടെ നിന്നെ അടുക്കൽ വരും, കൂടെ കൂടെ നിന്റെ വീട്ടിൽ കയറി വരും, കൂടെ കൂടെ നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിന്റെ മൊബൈൽ ഫോണിനകത്തുകൂടെ വരും. നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇന്റർനെറ്റിലൂടെ കയറി വരും. നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ കയറി വരും. നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലും കൂടെ കയറി വരും. നിന്നെ പെണ്ണി ചോദിക്കാം. നീ വഴിപ്പെട്ടു പോകരുത്. നീ വഴിപ്പെട്ടു പോകരുത്. നീ വിളിച്ചു പറയണം. നീതിമാനായവനെനിക്കൊണ്ട്, അവനെ ഇടയച്ചനെനിക്കൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടി കാൽവരിയിൽ സ്വന്തം പോലെ തലയായിച്ച അവസാനമായി തന്ന ഒരു വീണ്ടെടുപ്പുകാരനെനിക്കൊണ്ട് അവരുടെ വീണ്ടെടുപ്പ് നാളിന് വേണ്ടി തന്റെ ആത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. മോഹത്തെ ഇടിച്ചു കളയണം, മോഹത്തെ ജയിക്കണം. കൂടെ കൂടെ വരും മോഹം, കൂടെ കൂടെ നിന്നെ സ്വാധീനിക്കുക. സ്തോത്രത്തെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിന്റെ അടുക്കൽ വരും. കൂട്ടുകാരോടുകൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നിന്റെ അടുക്കൽ വരും. ഗെയിം കളിക്കുമ്പോൾ, ഓൺലൈൻ ഗെയിം കളിക്കുമ്പോൾ നിന്റെ അടുക്കൽ വരും. ചാറ്റുമ്പോൾ നിന്റെ അടുക്കൽ വരും. ചോദിക്കും മോഹം വരും, മോഹം വരും. ഞാൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് നീ അതിനെ ഇടിച്ചു കളയണം, നീ അതിനെ ജയിക്കണം. ആരും കാണാതെ കൂട്ടുകാരെ ഓർത്തു നിൽക്കുമ്പോൾ മോഹം വരും. ഞാൻ നിന്റെ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചോ. സ്തോത്രം നിന്റെ കണ്ണിന്റെ മുമ്പിൽ വരുമ്പോൾ സ്തോത്രം കൺമോഹമായത് വരും, അത് ജഡമോഹമായി വരും. ഈ മോഹം നിന്നെ കല്യാണം കഴിക്കാം കൺമോഹമായി വരുമ്പോൾ നീ പറയുന്നത് ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനാ, ക്രൂശിക്കപ്പെട്ട കർത്താവിനെ എന്റെ കണ്ണിന്റെ മുമ്പിൽ വരച്ചു വച്ചിരിക്കുകയാ. മോഹത്തെ കൺമോഹമായി സ്വീകരിപ്പാൻ ഞാൻ തയ്യാറല്ല. കാരണം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ വരച്ചു വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ജഡമോഹമായി വരാം. ജഡമോഹമായി വരുമ്പോൾ ആ മോഹത്തിനോട് നീ പറയണം ഞാൻ എന്റെ ശരീരത്തിന് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാ. എത്രയൊക്കെ മനസ്സിലാകുന്നത് നമുക്ക്